أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك عليه. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മക്കാർ ഹാജി ഉപ്പയുടെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിൽ വെച്ച് ഈ വെള്ളിയാഴ്ച രാവിൽ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്നുള്ള കൽപ്പന ഇറങ്ങിയ മാസത്തിലാണ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു ഔദ്യോഗികമായി ഒരു മജ്ലിസ് ഇപ്പോൾ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 56 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ നിശ്ചയം ഞാനും വമലായികതഹു എൻ്റെ മാലാകമാരും യുസല്ലൂന ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മലക്കുകളും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിളംബരമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു ഇപ്പോൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്താണ്? നമ്മുടെ നേതാവായ ഖാതിമുൽ അംബിയാ ഖാതിമുൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ അല്ലാഹുവും അവൻ്റെ മാലാകമാരും ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അതിന് തൊട്ടു പിന്നാലെ അല്ലാഹുവിൻ്റെ ശക്തമായ താക്കീതാണ്. ആരോടാണെന്നറിയുമോ? ഓ സജ്ജനങ്ങളെ എന്നല്ല അഭിസംബോധനം ചെയ്തത്, ഓ മുസ്ലിമീങ്ങളെ എന്നല്ല അഭിസംബോധനം ചെയ്തത്, ഓ സത്യവിശ്വാസികളെ. ലോകത്ത് ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, പക്ഷേ അതിൽ നിന്നും കടഞ്ഞെടുത്ത ന്യൂനപക്ഷം വരുന്ന ചിലരോടാണ് അഭിസംബോധനം ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളും ഹബീബായ മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണേ. വലിയവനെന്നോ ചെറിയവനെന്നോ സാധാരണക്കാരനെന്നോ പണ്ഡിതരെന്നോ പണക്കാരനെന്നോ മന്ത്രിയെന്നോ ഇല്ല, എല്ലാവരും ഹബീബായ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ഒരുപോലെയാണ്. ആര് മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നോ അവരുടെ കാര്യങ്ങൾ മലക്കുകൾ പരിഗണിക്കുക തന്നെ ചെയ്യും. മലക്കുകളുമായി ഏറ്റവും അടുത്ത് സഹവസിക്കണോ? നമ്മൾ റബ്ബിലേക്ക് നീട്ടുന്ന കരങ്ങൾ പെട്ടെന്ന് കബൂൽ ചെയ്യണോ? മലക്കുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്തിനെ നാം ഓരോ 24 മണിക്കൂറും ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓരോ 24 മണിക്കൂറിനിടയിൽ ഒരു 100 സ്വലാത്തെങ്കിലും കൗണ്ടർ വെച്ച് നാം കൃത്യമായി ചൊല്ലാൻ ശ്രമിക്കണം. 100 കഴിഞ്ഞാൽ എത്രയും നിങ്ങൾക്ക് ചൊല്ലാം, പക്ഷേ എൻ്റെ കടമയും കടപ്പാടും അത് നാം നിർവഹിച്ചേ പറ്റൂ. കാരണം നമുക്ക് അള്ളാഹു നൽകിയ പ്രവാചകനാണ് നാളെ നമ്മളെ ശുപാർശ ചെയ്യുന്ന ഹബീബായ മുത്തുനബി തങ്ങളുമായൊരു ബന്ധം വേണ്ടേ? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻദാ യാ സയ്യിദി ഖൈറൻ നബി
الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ആ കൂട്ടത്തിൽ ഞാൻ മനോഹരമായ ഒരു നിമിഷത്തെക്കുറിച്ച് വിവരിക്കാം. ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ ശഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്, ആ രാവിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ ഞാൻ നേരത്തെ പറഞ്ഞ 56-ാമത്തെ ആയത്ത് അത് ഇറങ്ങിയത് പരിശുദ്ധ മദീന മുനവ്വറയിൽ അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അതിഥിയായി ഹബീബായ മുത്തുനബി തങ്ങളെത്തിയപ്പോൾ അവിടുന്ന് സുജൂദിലായിരിക്കുന്ന, അവിടുന്ന് നിസ്കാരത്തിൽ പ്രവേശിച്ച സമയത്ത് സുജൂദിലായിരിക്കുമ്പോഴാണ് ഈ ഖുർആനായത്തിറങ്ങുന്നത്. ഇപ്പോഴും അബൂദർറുൽ ഗിഫാരി തങ്ങളുടെ താമസ സ്ഥലം ഒരു പള്ളിയായി നിലനിൽക്കുന്നുണ്ട്. മസ്ജിദ് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ, ഇമാം ബുഖാരി മസ്ജിദ് എന്ന പേരിൽ ഒരു പള്ളി മദീന മുനവ്വറയിലുണ്ട്. അതിനോട് ചേർന്നൊരു 10-200 മീറ്റർ അകലെയാണ് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദുള്ളത്. അത്രയും മനോഹരമായ നിമിഷം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഇങ്ങനെ ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നമുക്ക് വിജയിക്കണോ? സ്വലാത്തു ചൊല്ലുക. നമ്മുടെ ദുആക്ക് ഇജാബത്ത് വേണോ? സ്വലാത്തു ചൊല്ലുക. അത് ഏത് സ്വലാത്താണെങ്കിലും കുഴപ്പമില്ല. ഇന്ന സ്വലാത്തു തന്നെ ചൊല്ലണമെന്നില്ല. ഏത് സ്വലാത്തു വേണമെങ്കിലും ചൊല്ലാം. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ചെറിയൊരു സ്വലാത്തുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഇതിൻ്റെ മറ്റൊരു രൂപവുമുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നൂരി വ ആലിഹി. ഈ സ്വലാത്തിനെ അറിയപ്പെടുന്നത് ഫാത്തിമിയ സ്വലാത്ത് എന്നാണ്. സയ്യിദത്തുൻ നിസാ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ ഉറവിടം എങ്ങനെയാണെന്നറിയുമോ? ഹബീബായ മുത്തുനബി തങ്ങളെ കാണാനും വിഷമങ്ങൾ പറയാനും രോഗങ്ങൾക്ക് ശമനത്തിനു വേണ്ടിയും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ദിക്റുകളും സ്വലാത്തുകളും ഇജാസത്ത് വാങ്ങാൻ വേണ്ടി മുത്തുനബി തങ്ങളെ ഹളറത്തിലേക്ക് ഷാമിൽ നിന്നും യമനിൽ നിന്നും ഈജിപ്തിൽ നിന്നുമൊക്കെ നടവഴിയായിട്ടും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും വരുന്ന സ്വാലിഹീങ്ങൾ സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. അവർ വിദൂരത്ത് നിന്ന് വന്ന് മുത്തുനബി തങ്ങളടുക്കൽ കുറഞ്ഞ സമയങ്ങൾ ചെലവഴിച്ചു നസിഹത്തുകളെല്ലാം കേട്ട് ഓരോരുത്തരായി ചെന്നുകൊണ്ട് ദിക്റും സ്വലാത്തും വാങ്ങുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മുത്തുനബി തങ്ങൾ മഹത്വവൽക്കരിക്കുമ്പോൾ ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഹബീബായ മുത്തുനബി തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ഇരിക്കുന്നത്. ഈ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാണ്. എന്നാൽ പുറത്താരും കേൾക്കില്ല. പക്ഷേ മുത്തുനബി അത് കേൾക്കുന്നുണ്ട്. മുത്തുനബി തങ്ങൾ എഴുന്നേറ്റു, അടുക്കളയിൽ ചെന്നു. അല്ലയോ മകളെ ഫാത്തിമ, എന്തിനാ മോളെ കരയുന്നത്? ഇത് കേൾക്കലും വിങ്ങി വിങ്ങി കരയുകയാണ്. ഷറഫാക്കപ്പെട്ട അവിടുത്തെ കരങ്ങൾ കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പറയൂ ഫാത്തിമ. അപ്പോൾ വിതുമ്പുന്ന ഖൽബുമായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉപ്പാ, അവിടുന്ന് ഓരോരുത്തർക്കും കൊടുക്കുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ആനന്ദമാണ്. പക്ഷേ ഇന്ന് വരെ എൻ്റെ ഉപ്പ എനിക്കൊരു സ്വലാത്തോ ഒരു ദിക്റോ തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വിതുമ്പുമ്പോൾ അവിടുത്തെ അതരങ്ങളിൽ നിന്നും വന്ന സീഗയാണ്, സ്വലാത്താണ്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നൂരി വ ആലിഹി. ഈ സ്വലാത്തിനെക്കുറിച്ച് മഹാനായ ഇമാം യൂസുഫ് നബഹാനി തങ്ങളവറുകൾ അവിടുത്തെ കിതാബിൽ വിവരിക്കുന്നുണ്ട്. സ്വലാത്തുന്നൂർ, പ്രകാശത്തിൻ്റെ സ്വലാത്ത്, അതുപോലെ തന്നെ ഫാത്തിമിയ സ്വലാത്ത്, അങ്ങനെ വിവിധമായ പേരുകളിലാണ് ആ സ്വലാത്ത് അറിയപ്പെടുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി.
ഈ സ്വലാത്ത് എത്ര ചെറിയ സ്വലാത്താണ്, എന്നാൽ എത്ര മനോഹരമായ സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലി പലരും മുത്തുനബി തങ്ങളെ കണ്ടവരുണ്ട്. ഈ സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഹൃദയം പ്രകാശിക്കണോ, ഹൃദയം വിശാലമാകണോ, നമ്മുടെ രോഗം ശിഫയാകണോ, ധാരാളം ചൊല്ലിക്കോ. എത്ര വേണമെങ്കിലും ചൊല്ലാം. കൃത്യമായി കണക്ക് വെച്ച് നിങ്ങൾ ഏത് സ്വലാത്ത് ചൊല്ലിയാലും ആ സ്വലാത്തിന് നിങ്ങൾക്ക് മൂല്യം കൂടും. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന് ഒരു സ്വലാത്താണെങ്കിൽ അത് 100ഉം 1000ഉം സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പവറാണ്. കാരണം കണക്കുകൾ കൃത്യമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കണക്കുകളില്ലാതെ ചൊല്ലിയാലും കൂലി കിട്ടും, അശ്രദ്ധമായി ചൊല്ലിയാലും കൂലി കിട്ടും. എന്നാൽ ഇജാബത്ത് ലഭിക്കണോ, നിങ്ങളെന്തെങ്കിലും ഉദ്ദേശം വെച്ചാണോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത്, എന്നാൽ നിങ്ങൾ കണക്ക് വെച്ചുകൊണ്ട് അത് നടന്നോ ഇരുന്നോ എങ്ങനെയും ചൊല്ലാം, കയ്യിലൊരു കൗണ്ടർ ഉണ്ടായാൽ മതി. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു കണക്ക് മനസ്സിൽ കരുതുക. 1000മോ 5000മോ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ജോലി സംബന്ധമായ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് വരാൻ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു ലഭിക്കാൻ നേർച്ചയാക്കുക. ഞാൻ 5000 ഫത്മിയ സ്വലാത്ത് ചൊല്ലാമെന്ന് നേർച്ചയാക്കുക. ആ നേർച്ചയാക്കിയ സ്വലാത്ത് ഏതെങ്കിലും നിസ്കാരശേഷം നിസ്കാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരൊറ്റ ഇരിപ്പിലോ അല്ലെങ്കിൽ 2ഓ 3ഓ ഘട്ടമായിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ആ സ്വലാത്തിനും നിങ്ങളുടെ ഉദ്ദേശത്തിനും ഫലമുണ്ട്. സ്വലാത്തിന് എല്ലാത്തിനും പരിഹാരമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ലേ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ഹബീബായ മുത്തുനബി തങ്ങളോട് ഒരുപാട് കടമയും കടപ്പാടുമുണ്ട്. അത് നിർവഹിക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതം വിജയിക്കാൻ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ, മക്കളുടെ പഠനത്തിലും അവരുടെ ജോലിയിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും മക്കൾ സ്വാലിഹീങ്ങളാവാൻ, അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാനും ഇതുപോലെ സ്വലാത്ത് മുടങ്ങാതെ ഒരിരുത്തത്തിൽ ചെല്ലേണ്ട രൂപങ്ങൾ തന്നെയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ സ്വലാത്തിലൂടെ നമുക്ക് പല വിജയങ്ങളും ലഭിക്കാൻ സബബാണ്, കാരണമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തു ലക്ഷ്യം വെച്ച് സ്വലാത്ത് ചൊല്ലിയോ അതിന് ഫലമുണ്ട്. പ്രത്യേകിച്ച് ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ചൊല്ലിയ സ്വലാത്ത് കണക്കുകളെല്ലാം കൂട്ടി അത് ദുആ ചെയ്താൽ വലിയ ഫലമാണ്. അത് അറബി മാസമാണെങ്കിലും ഇംഗ്ലീഷ് മാസമാണെങ്കിലും ശരി, സ്വലാത്ത് കൊണ്ട് ഒരുപാട് അനുഭവിച്ചവനാണെന്ന നിലക്കും പലരുടെയും അനുഭവങ്ങൾ കേട്ട നിലക്കും വല്ലാത്ത ആസ്വാദനമാണ്. പ്രത്യേകിച്ച് ഹബീബായ മുത്തുനബി തങ്ങളെ ഹദറത്തിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നസീഹത്ത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി തങ്ങൾ നമുക്ക് സമ്മാനമായി തന്ന വലിയ ദുആ ഉണ്ട്. ആ ദുആയിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ നീ ബറക്കത്താക്കിയതുപോലെ പരിശുദ്ധ റജബിലും ശഅബാനിലുമാക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ റജബ് 1 മുതൽ ദുആ ചെയ്യുന്ന ദുആ, എന്നാൽ ആ റജബും ശഅബാനും നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഇതാ നമ്മൾ പരിശുദ്ധ റമളാനിൻ്റെ പടിവാതിൽക്കൽ കടന്നിരിക്കുകയാണ്. നമുക്കൊരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. റജബിലും ശഅബാനിലും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ തമാശയും ഓട്ടവും കളിയും എല്ലാം അവസാനിക്കുന്ന ഒരു നിമിഷമുണ്ടെന്ന്. നമ്മുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നമുക്കത് വിധി എഴുതാൻ പറ്റും. പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞു പോകുമ്പോൾ പിന്നെ എല്ലാം മറക്കുകയാണ്. റബ്ബേ, ഞങ്ങൾക്കും ഒരു ദിനം അങ്ങനെ വരാനുണ്ട്. ആ ദിനത്തിൽ ഞങ്ങൾക്ക് വെറും കയ്യോടുകൂടി ഖബറിൽ പോകാൻ പ്രയാസമാണ്. മാസങ്ങളുടെ രാജാക്കന്മാരായ ഇബാദത്തിൽ വലിയ ശ്രേഷ്ഠത ലഭിക്കുന്ന പരിശുദ്ധ റജബും ശഅബാനും റമളാനുമാണ്. ഇതുപോലെ മഹത്തരമുള്ള, ചെയ്താൽ പ്രതിഫലമുള്ള, നീയാണ് പ്രതിഫലം നൽകുന്നതെന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ നോമ്പും സക്കാത്തുമൊക്കെ ഞങ്ങളെ തേടി വരികയാണ്. പടച്ചവനെ, ഈ മജ്ലിസ് കേൾക്കുന്ന, ഈ നസീഹത്ത് കേൾക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം പരിശുദ്ധ റമളാനിനെ ഹൃദയപൂർവ്വം വരവേൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പരിശുദ്ധ റമളാനിനുള്ള മുന്നൊരുക്കം. നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് ക്ലിയറാവണോ? റമളാനിന് മുന്നോടിയായി നമ്മുടെ വീടുകളെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. അത് എത്ര വൃത്തിയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ ചെയ്യുക തന്നെ വേണം. അലമാരകളും വസ്ത്രങ്ങളും പഴയതെല്ലാം എടുത്ത് അലക്കി മടക്കി വെച്ചിട്ടോ, കട്ടിലിൻ്റെ അടിഭാഗവും ഫാനുകളും മാറാലകളുമെല്ലാം വൃത്തിയാക്കി എല്ലാം ഒഴിവാക്കി, അതുപോലെ തന്നെ പറമ്പുകളുമെല്ലാം ആളുകളെ വിളിച്ചോ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലോ ചെയ്ത്
നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ പരിസ്ഥിതി ദിനമാണ് പരിശുദ്ധ റബീഉൽ അവ്വലും പരിശുദ്ധ റമദാനും. മുത്തുനബി തങ്ങളെ മാസത്തിലും ഇതുപോലെ ചെയ്യണം, അതുപോലെ പരിശുദ്ധ റമദാനിലും ചെയ്യണം. അതുപോലെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങി ഇബാദത്തിൽ നല്ല വസ്ത്രം, പുതിയ വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ സുഗന്ധം പൂശണം. അതുപോലെ തന്നെ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ നാം ചെയ്യണം. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട സമയമാണ്. ഇതൊക്കെ നമ്മുടെ ഖബറിന് ഉപകാരമുള്ളതാണ്. ആരും നമ്മുടെ ഖബറിൽ വന്ന് എത്തി നോക്കുകയില്ല, നമ്മുടെ നിലവിളികൾ അവർ കേൾക്കുകയില്ല. നമ്മുടെ അവസ്ഥകൾ നമ്മൾക്കല്ലാതെ ആർക്കാണ് അറിയാൻ കഴിയുക? എന്നാൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വേണ്ടി ഖുർആനും ദിക്റും പാരായണം ചെയ്യും. അതാണ് നമുക്കുള്ള തണൽ. അങ്ങനെ കിട്ടാനുള്ള മറ്റൊരു വഴിയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പരിശുദ്ധ റമദാൻ ഒന്നായാൽ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തതുപോലെയല്ല, എന്തു ചെയ്താലും അതിന് മഹത്തരമാണ്. എല്ലാവരും ഒരുമിച്ച് ഇബാദത്ത് ചെയ്യുന്ന പരിശുദ്ധ റമദാനിൽ ഒരു ഖത്മെങ്കിലും തീർക്കാൻ ശ്രമിക്കണേ. ഓതാൻ വൈകുന്നവർക്കുള്ള മാർഗമായിരുന്നു റജബ് 1 മുതൽ ഷഅബാൻ 30 വരെയും തുടർന്നുള്ള ദിവസവും. തീരെ ഓതാൻ കഴിയാത്തവർ പതുക്കെ ഓതിയാൽ മതി. ഇനി അതിന് കഴിയാത്തവർ ഖുർആൻ നോക്കിയിരിക്കുകയും, ശ്രവണസുന്ദരമായ നല്ല ആപ്പുകളുണ്ട്, ആ ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ശ്രവണസുന്ദരമായ പരിശുദ്ധ മക്കയിലെയും മദീനയിലെയും ഇമാമുകളുടെ ഓത്തുകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് കൈകളിങ്ങനെ ഖുർആനിൻ്റെ ആയത്തുകളിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി. എന്നാലും പ്രതിഫലം തന്നെയാണ്. അങ്ങനെ ഒരു ഖത്മെങ്കിലും നാം തീർക്കാൻ ശ്രമിക്കണം. അതിനോടൊപ്പം ഏറ്റവും റമദാനിൽ പാരായണം ചെയ്യാൻ പറ്റിയ സൂറത്തുകളാണ് സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്. ഈ 2 സൂറത്തുകളും മരണപ്പെട്ടു പോയവർക്ക് ഹദിയ ചെയ്യാൻ പറ്റിയ സൂക്തങ്ങളാണ്. ഈ സൂറത്തുകൾ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നാം ഓതാൻ ശ്രമിക്കണം. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഒരുപോലെ വലിപ്പമുള്ള, എന്നാൽ സൂറത്തുൽ ഫാത്തിഹയെക്കാളും ചെറിയ സൂറത്താണ് ഇഖ്ലാസ് സൂറത്ത്. ഒരു ദിവസം നിങ്ങൾക്ക് 50 തവണയോ 100 തവണയോ ഓതാൻ പറ്റിയാൽ അതും നല്ലൊരു കാര്യമാണ്. ഓരോ നിസ്കാരത്തിനു ശേഷവും ഈ പറയുന്നത് പോലെ ഫാത്തിഹ സൂറത്തൊരു 10 തവണ ഓതിയാൽ 5 നേരം കൊണ്ട് 50 ഫാത്തിഹ നമുക്ക് ഓതാൻ കഴിയും. അതുപോലെ 50 ഇഖ്ലാസ് ഓതാൻ കഴിയും. അത് 20 ആക്കിയാൽ നമുക്ക് ഓരോ ദിവസവും 100 ഫാത്തിഹ നമുക്ക് ഓതാൻ കഴിയും. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സാധാരണ നമ്മൾ ചൊല്ലാറുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് 2 ദിക്റാണ്. ഈ രൂപത്തിൽ നമുക്ക് ഓരോ നിസ്കാരത്തിനു ശേഷവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം, ഈ രൂപത്തിൽ നിങ്ങൾക്ക് ദിക്റ് ചൊല്ലാൻ കഴിയും. അങ്ങനെ ഓരോ ദിവസവും 100 ദിക്റ് ചൊല്ലിയാൽ റമദാൻ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദിക്റുകൾ നമുക്ക് സ്വരൂപിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? റമദാൻ അവസാനിച്ചു എന്ന് അറിഞ്ഞാൽ, പിറ കണ്ടു എന്നറിഞ്ഞാൽ, അന്നത്തെ ഇശാ നിസ്കാരത്തിന് ശേഷം വിത്തുറും നിസ്കരിച്ച് ഇരു കരങ്ങളും നീട്ടി ഇരു കണ്ണുകളിൽ നിന്നും വാർന്നൊഴുകിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് സ്വന്തമായി ദുആരക്കണം, ദുആ ചെയ്യണം. പടച്ചവനെ, പരിശുദ്ധ റമദാൻ 1 മുതൽ അല്ലെങ്കിൽ റജബ് 1 മുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹബീബായ മുത്തുനബി തങ്ങൾ നമുക്ക് വേണ്ടി, ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് പറയുന്ന 3 മാസവും ഈ പറയുന്ന ഖത്മുൽ ഖുർആനും യാസീനും മുൽക്കും ഫാത്തിഹയും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും എല്ലാ ദിക്റും ചൊല്ലിക്കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് വർഷത്തിൽ ചെയ്യാൻ കഴിയുക? ഇത് വൈകിപ്പോയി. അടുത്ത വർഷം നമുക്കതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. റജബിലും ഓതണം, ഷഅബാനിലും ഓതണം, റമളാനിലും ഓതണം. നമ്മുടെ ഖൽബും നമ്മുടെ ആത്മാവും ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആ ആവേശത്തോടുകൂടി മലക്കുകളെല്ലാം ഞാനും വെക്കട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി വെക്കാനുള്ള പദവിയിലേക്ക് നമ്മുടെ ശരീരമാക്കിയെടുക്കണം. അത് നമ്മൾ തന്നെ ചെയ്തെടുക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ റമദാൻ 1 മുതൽ ഈ പറയുന്ന കാര്യങ്ങൾ ഓതാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ആർക്കെങ്കിലും ഓതാൻ പറ്റാത്ത സമയങ്ങളുണ്ടെങ്കിൽ, ഓതാൻ പറ്റുന്ന കാര്യമാണല്ലോ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്തിഗ്ഫാറും, അത് ധാരാളം അങ്ങ് ചൊല്ലുക. ഇനി ഖുർആൻ ഓതാൻ പറ്റാത്ത സമയം എപ്പോഴാണെന്ന് കണക്ക് വെച്ച് അതിനു മുമ്പ് ധാരാളം ചൊല്ലി 30 ദിവസത്തേക്ക് ഞാൻ ഇത്ര ചെയ്യും എന്നൊരു തീരുമാനമെടുത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി ഈ ദുനിയാവിലിരിക്കുന്ന സമയത്തു ചെയ്തോ, അതിനേക്കാൾ മഹത്തരമായി, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും മഹത്തരമായി ഖബറിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? മഹ്ശറിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. എന്ത് ചെയ്താലും വലിയ പ്രതിഫലമാണെന്ന് പറയുന്നു. സക്കാത്ത് കൊടുത്താൽ കൂലി കിട്ടും, ഹജ്ജ് ചെയ്താൽ കൂലി കിട്ടും, ഉംറ ചെയ്താൽ ഇത്ര കൂലി കിട്ടും. ഇതെല്ലാം
ഇതിലെല്ലാം വിശ്വസിക്കുന്നവരല്ലേ? 5 നേരത്തെ നിസ്കാരം നിസ്കരിച്ചാൽ അതിന് നമുക്ക് കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം എവിടെയാണ്? ഈ പരിശുദ്ധ മക്കയും മദീനയും ഉള്ളതും. ഈ വിനീതൻ സംസാരിക്കുന്നത് മദീനയിലല്ലേ? എല്ലാം ഈ ദുനിയാവിലാണ്. ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന സൽക്കർമ്മമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. അല്ലാതെ ആഫിയത്തില്ലാതെ ആരോഗ്യമില്ലാതെ കിടപ്പറയിലാകുമ്പോഴല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു സമയവുമില്ല, തിരക്ക് പിടിച്ച സമയമാണ്. ഈ സമയത്ത് ചെയ്താൽ വലിയ പ്രതിഫലമാണ്. നല്ല തണുത്ത സമയത്ത് തണുത്ത വെള്ളത്തിൽ തന്നെ ഉളുവെടുത്താൽ അതിന് പ്രതിഫലമാണ്. എന്നതുപോലെ പരിശുദ്ധ റമളാൻ, അതിനുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. റമദാൻ അവസാനിക്കും. അവിടുന്ന് പള്ളി മിനാരങ്ങളിൽ വിളിച്ചു പറയും, നാളെയാണ് പെരുന്നാൾ പിറ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓതിയതെല്ലാം ഹദിയ ചെയ്യണം. ഹദിയ ചെയ്യേണ്ട മനോഹരമായ ഇതുപോലെ മഹത്തരമായ ഒരു ഹദിയ സമർപ്പണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഖൽബിൽ ഹബീബരായ മുത്തുനബി തങ്ങളാണ്. ഹബീബായ മുത്തുനബി തങ്ങളല്ലേ ഇപ്പോഴും നമ്മുടെ ഖൽബിൽ മുത്തുനബിയാണ്. നമ്മൾ എന്തു പറഞ്ഞാലും അത് മുത്തുനബി തങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്ന പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചൊല്ലാൻ തീരുമാനിച്ചോ? നിങ്ങൾ അവസാനം ചെയ്യേണ്ടതെന്താണ്? ഈ പറഞ്ഞതുപോലെ ചൊല്ലിയതെല്ലാം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് നല്ല നിയ്യത്തോടു കൂടി ദുആ ചെയ്തിട്ട് പറയണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അങ്ങനെ തുടർന്നങ്ങോട്ട് ദുആ ഇരുന്നിട്ട്, പടച്ചവനെ, പരിശുദ്ധ റമളാൻ മാസത്തിൽ ഞങ്ങൾക്ക് ഒരുപാടൊന്നും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാ ഒരു ഖത്ം ഓതാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഓതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, ബാക്കിയുണ്ട്, അത് തീർക്കാനുണ്ട്. ഇത്ര ഫാത്തിഹയും യാസീനും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, എല്ലാം അവിടുത്തെ ഹദറത്തിലേക്ക് സമർപ്പിക്കുന്നു. യാ ഹബീബല്ലാഹ്, മുത്തുനബിക്ക് എത്ര സന്തോഷമായിരിക്കും. നമ്മുടെ നിയ്യത്ത് മുത്തുനബിക്ക് എന്തായാലും അറിയും. എല്ലാം മുത്തുനബി തങ്ങൾക്ക് കൊടുത്തു അല്ലേ? നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ആർക്കാ? മുത്തുനബിക്ക് വേണ്ടിയല്ലേ? ഇതുപോലെ നമ്മൾ ദിക്റും ഖുർആനുമെല്ലാം മുത്തുനബിക്ക് കൊടുക്കുകയാണ്. ഏതുപോലെ? ഇലാ ഹദറത്തി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറത്തി അസ്ഹാബിൽ ബദർ റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാത്തിഹ വിളിക്കുമ്പോൾ 313 അസ്ഹാബുൽ ബദരീങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരൊറ്റ ഫാത്തിഹയാണ് ഓതുന്നത്. പിന്നെന്താണ്? അംബിയ ഇവൽ മുർസലീൻ, ലക്ഷോപലക്ഷം അംബിയാക്കൾക്കും അംബിയ മുർസലീങ്ങൾക്കും, വൽ ഔലിയ ഇവൽ ഉലമ ഇവ ഷുഹദായി, ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഷുഹദാക്കളുണ്ടാകും, അവർക്കെല്ലാം എത്തും. ലോകത്തുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും നമ്മുടെ ഒരു ഫാത്തിഹ എത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഖജനാവ് അത്രമേൽ വിശാലമാണ്. നാം ഓതുന്ന ഒരു ഫാത്തിഹ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കാൻ അത് റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിനത് കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ റമളാൻ, റജബ്, ഷഅബാൻ, റമളാൻ അല്ലെങ്കിൽ റമളാൻ മാസത്തിൽ നാം ഓതിയതെല്ലാം ഹബീബായ മുത്തുനബി തങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം എന്താണ്? എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട പേരമക്കളാകുന്ന, ഏതുപോലെ നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കളോടുള്ള സ്നേഹം എങ്ങനെയാണ്? അതിനേക്കാളെല്ലാം 10,000 കോടിക്കണക്കിന് മില്യൺ സ്നേഹമാണ് ഉമ്മത്തിങ്ങളായ നമ്മളോട് മുത്തുനബി തങ്ങൾക്കുള്ളത്. നമ്മളൊരു ഫാത്തിഹ കൊടുത്താൽ മുത്തുനബിക്ക് എത്ര സന്തോഷമാണ്. ഈ രൂപത്തിൽ മുത്തുനബി തങ്ങൾ സ്വീകരിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നതായി മനസ്സിലാക്കുക, ഇനി ഞാനിത് ആർക്കാണ് കൊടുക്കേണ്ടത്? കാരണം നമ്മൾ ഓതിയത് മുത്തുനബിയെ ഏൽപ്പിക്കുന്നു, മുത്തുനബിയിലൂടെ മുത്തുനബി തങ്ങൾ വിതരണം ചെയ്യട്ടെ. മുത്തുനബിക്ക് എന്തൊരു സന്തോഷമാണ്. ആദ്യമായി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ ഭാര്യമാരാണ് ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങൾ. അവർക്കെല്ലാം മുത്തുനബി തങ്ങൾ ഖബറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആ മഹദിമാർക്ക് എത്ര സന്തോഷമാണ്. നമ്മളോടുള്ള സ്നേഹം എത്രയാണ്, കഴിഞ്ഞില്ല. പിന്നെയും ചോദിക്കുകയാണ് മുത്തുനബി, ഇനി ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത്? അവിടുത്തെ എല്ലാ സ്വഹാബാക്കൾക്കും കൊടുക്കണം യാ റസൂലല്ലാഹ്. അതെല്ലാ സ്വഹാബുൽ ബദരീങ്ങളും മുഹദീങ്ങളും ഖന്ദഖീങ്ങളും തബൂഖീങ്ങളും പെടുകയാണ്. ഇനി ഞാൻ ആർക്കാണ് കൊടുക്കേണ്ടത്? അവിടുത്തെ അംബിയ മുർസലീങ്ങൾക്ക്, ലക്ഷോപലക്ഷം വരുന്ന അംബിയ മുർസലീങ്ങൾക്ക് കൊടുക്കണം നബിയേ. ഇനി ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത്? അവിടുത്തെ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങൾക്കും ഔലിയാക്കൾക്കും കൊടുക്കണം, അവിടുത്തെ അഹ്ലുബൈത്തിനും കൊടുക്കണം നബിയേ. അങ്ങനെ ലാസ്റ്റ് പറയുകയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ വല്യുമ്മ, എൻ്റെ വല്യുപ്പ, എൻ്റെ സഹോദരി അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, ആരൊക്കെയാണോ നമുക്ക് വേണ്ടപ്പെട്ടത്, നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അവരുടെ പേരുകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദ്വാരക്കണം. ഒരു അരമണിക്കൂർ അങ്ങനെ ചെലവഴിക്കണം. കുറച്ച് സമയം നമ്മൾ ഈ രൂപത്തിൽ ചെലവഴിച്ചാൽ യാതൊരു സംശയവും വേണ്ട, നമ്മളെ റൂഹ് പിഴിയുന്ന സമയത്ത് ഹബീബായ മുത്തുനബി തങ്ങളുടെ സാന്നിധ്യമുണ്ടാകും. എണ്ണയിൽ നിന്നും നൂല് വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ റൂഹിനെ
അസ്റായീൽ പിടിക്കുക തന്നെ ചെയ്യും. ആ രൂപത്തിൽ വളരെ മിനുസമായി പിടിക്കും. അതിൻ്റെ എല്ലാം കാരണം മുത്തുനബി തങ്ങളെ സന്തോഷിപ്പിച്ച് മുത്തുനബി തങ്ങളെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം നമ്മളോട് മിതുത്വം കാണിക്കുകയില്ലേ? എന്നിട്ടോ ജന്നത്തുൽ ബഖീഇൽ നമുക്ക് അന്തി ഉറങ്ങാൻ കഴിയണം. അതും നമ്മൾ ദുആരക്കണം, പടച്ചവനെ യാ റസൂലല്ലാഹ് അവിടുത്തെ ചാരത്ത് ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ തൗഫീഖ് നൽകണം യാ ഹബീബല്ലാഹ്. അത് നമ്മുടെ നാട്ടിലാണ് ഖബറടക്കിയതെങ്കിലും നമ്മളെ മയ്യത്തിനെ ജന്നത്തുൽ ബഖീൽ കൊണ്ടെത്തിക്കാൻ അള്ളാഹുവിന് അത്രമേൽ ഖജനാവ് വിശാലമാണ്. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാൻ അനുഗ്രഹീതമായ പരിശുദ്ധ റമദാനാക്കണേ അല്ലാ. ഈ വിനീതൻ്റെ മജ്ലിസുകൾ ദുആ കേട്ടുകൊണ്ട് കേരളത്തിനകത്തും പല രാജ്യങ്ങളിലുമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ ധാരാളം മദീന മുനവ്വറയിലും പരിശുദ്ധ മക്കയിലും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്തവരുണ്ട്. രോഗിയായ മാതാപിതാക്കളുടെ പേരിലും മക്കളുടെ പേരിലും മക്കളുടെ ജന്മദിനത്തിലും ഖുർആൻ വഖഫ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് തങ്ങളുടെ ഈ പച്ച കുബ്ബയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോ. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അത് മുൻനിർത്തിയാണ് ഞാൻ ഇവിടെ വെച്ച് ദുആരക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك عليه اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أدركنا يا رسول الله نجنا يا حبيب الله انظر حالنا يا رسول الله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين رحمن رحيم يا ملك الجبار يا ملك الملوك يا രാജ സയ്യിദായ അല്ലാഹ് പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹദറത്തിൽ വെച്ചുള്ള ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉപ്പ മക്കാർ ഹാജി ഉപ്പയുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മജ്ലിസ് ആക്കുന്നത് റബ്ബേ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത്
ബറക്കത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ ജോലിയിലും അവരുടെ സമ്പത്തിലും അവരുടെ ബിസിനസ്സിലും അവരുടെ ഭർത്താവിലും അവരുടെ ഭാര്യമാരിലും അവരുടെ മക്കളിലും മാതാപിതാക്കളിലും കുടുംബങ്ങളിലും സഹോദരിമാരിലും സഹോദരന്മാരിലും റബ്ബേ അയൽവാസികളിലും ഞങ്ങളെ സ്നേഹിക്കുന്നവരിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭക്ഷണത്തിലും ഞങ്ങളുടെ വസ്ത്രത്തിലും ഞങ്ങളുടെ വാഹനത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ പെടുന്നനെ ഉള്ള രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ അവരെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്, ഒരു അപകടങ്ങളിലും നീ പെടുത്തല്ലേ അല്ലാ. ഒരു രോഗങ്ങളും നൽകല്ലേ അല്ലാ. ആർക്കെങ്കിലും ഈ മജ്ലിസ് കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഷാഫിയായ അല്ലാ, ഷാഫിയായ അല്ലാ, ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, മുആഫിയായ അല്ലാ, നീ ഷിഫയാക്കണേ അല്ലാ. കാമിലായ ആജിലായ ഷിഫാ നൽകണേ അല്ലാ, ആജിലായ ഷിഫാ നൽകണേ അല്ലാ. പഠിക്കുന്ന മക്കൾക്ക് നീ ഹിഫ്ള് നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ, ഓർമ്മ ബുദ്ധി നൽകണേ അല്ലാ, ഉന്നത വിജയം നൽകണേ അല്ലാ. അങ്ങനെ തുടർന്നുള്ള പഠനം നല്ല ജോലിയിലേക്കും നല്ല മേഖലയിലേക്കും എത്തിക്കണേ അല്ലാ. അനുയോജ്യമായ ജീവിതം റബ്ബേ നൽകണേ അല്ലാ, അനുയോജ്യമായ ഇണതുണകളെ നൽകണേ അല്ലാ. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസീദായ അല്ലാ, ഞങ്ങളുടെ ആത്മീയ പിതാവായ മക്കാർ ഹാജി ഉപ്പ അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നീ കബൂലാക്കണേ അല്ലാ. ഒരു കണ്ണേറിലോ ഒരു ഷെറിലോ ഒരു മുസീബത്തിലോ നീ പെടുത്തല്ലേ അല്ലാ. ദുആ ചെയ്യുന്നത് രാജാവായ ഹബീബരായ മുത്തുനബി തങ്ങളുടെ ഹളറത്തിലല്ലേ. എല്ലാ ദിവസവും മുത്തുനബി തങ്ങൾക്ക് സലാം പറയാൻ ബാബുസലാമിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തു പോകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കാർ ഹാജി ഉപ്പയാണ്. അത്രമേൽ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും സുന്നത്തുകൾ അധികരിപ്പിക്കാനും റബ്ബേ മക്കാർ ഹാജി ഉപ്പയ്ക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ ആഫിയത്ത് നഷ്ടപ്പെടുന്ന ഒരു രോഗമോ ഒരു മുസീബത്തോ ഒരു അപകടങ്ങളോ നൽകരുത് റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ലാ. ആ ഉപ്പയുടെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അവിടുത്തെ സ്ഥാപനത്തിനെ നീ വിജയിപ്പിക്കണേ അല്ലാ, ബറക്കത്തുള്ളതാക്കണേ അല്ലാ. തടസ്സങ്ങളുണ്ടെങ്കിൽ ആ കെട്ടുകളെല്ലാം ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ അഴിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ പ്രിയപ്പെട്ട മകന് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അവരിറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും നീ വിജയം നൽകണേ അല്ലാ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവിടുത്തെ ഇബാദത്തുകളിലും അവിടുത്തെ സൽക്കർമ്മങ്ങളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ ഖൈറ് നൽകണേ അല്ലാ, പടച്ചവനെ നീ ബറക്കത്ത് നൽകണേ അല്ലാ, പടച്ചവനെ നീ റിസ്ഖ് നീ വിശാലമാക്കി നീ ബറക്കത്ത് നൽകണേ അല്ലാ. പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് രാവ് പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു അൽഹംദുലില്ലാഹ് മഹനീയമായ നിമിഷത്തിൽ. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ദുആരക്കാൻ കഴിഞ്ഞു. ആ കൂട്ടത്തിൽ മക്കാർ ഹാജി ഉപ്പയെയും കുടുംബത്തെയും ഓർത്തുപോയിരുന്നു. അല്ലാഹുവേ അതിനുശേഷം ഖദീജ ഉമ്മയുടെ ഹളറത്തിൽ വെച്ച് ഞങ്ങൾ നടത്തിയ ബദർ മൗലിദ് മജ്ലിസ് എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അവിടുത്തെ സഹധർമ്മിണിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ട മക്കാർ ഹാജി ഉപ്പയുടെ മരുമകൾ അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അവിടുത്തെ മക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ കൺകുളിർമയുള്ള സന്താനങ്ങളെ നൽകി അവർക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ. ഉടനെ തന്നെ അതിനുള്ള ഉത്തരം നീ നൽകണേ അല്ലാ. മക്കളുടെ മരുമക്കളുടെ പേരമക്കളുടെ ജീവിതം കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഏതെങ്കിലും ആരെങ്കിലും റബ്ബേ എന്തെങ്കിലും രൂപത്തിൽ ദാമ്പത്യപരമായി വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ വിഷമങ്ങളും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് റബ്ബേ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷ വാർത്ത നീ നൽകണേ അല്ലാ, സന്തോഷ വാർത്ത നീ നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഈ മജ്ലിസിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് മക്കാർ ഹാജി ഉപ്പയുടെ മാതാപിതാക്കൾ അവിടുത്തെ സഹധർമ്മിണിയായ ഞങ്ങളുടെ മാതാവ് അല്ലാഹുവേ അവരുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. അവരുടെ ഖബറിലേക്ക് ഈ മജ്ലിസിനെ നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ മക്കാർ ഹാജി ഉപ്പയ്ക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ. മഖബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ മദീന സിയാറ
സിയാറത്ത് ചെയ്യാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ പ്രസ്ഥാനത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഹിമ്മത്ത് നൽകണേ അല്ലാ. അവർ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി തങ്ങളെ പൊരുത്തം നീ നൽകണം റഹ്മാനെ. കാവല് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ മക്കയിൽ വെച്ച് ഞങ്ങൾ ധാരാളം ദുആയിരുന്നു, എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. മരണം വരെയും പരിശുദ്ധ മദീനയിൽ കഴിയാനും ഒരുപാട് സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ദുആരക്കാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് സിഹറുകളോ ഐനുകളോ ഉണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നീ നീക്കിക്കളയണേ അല്ലാ. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, കൈകാൽ വേദനയുള്ളവരുണ്ട്, കൈകാലുകൾക്ക് വേദനയുള്ള മുറിവുകളും ഉണ്ട് റബ്ബേ, സ്റ്റിച്ച് ചെയ്തവരുണ്ട്. എല്ലാം നീ ഷിഫയാക്കണേ അല്ലാ. ഖുർആൻ മുൻനിർത്തിയും ഖുർആൻ വഖഫ് ചെയ്തും പ്രത്യേകിച്ച് മുത്തുനബി തങ്ങളെ ഹദ്റത്തിൽ വെച്ചുള്ള ഈ ദുആ ആരൊക്കെയാണോ ആമീൻ പറയുന്നത്, പരിശുദ്ധ മദീനയിൽ നിന്ന് ആ ദുആ ചെയ്യുന്ന പ്രതിഫലവും അല്ലാഹുവേ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരന്മാർക്കും നീ നൽകണേ അല്ലാ. സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണം റഹ്മാനെ. നാവാക്കണേ അല്ലാ, നാവാക്കണം റഹ്മാനെ. ബിഹഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഖത്മുൽ ഖുർആൻ ഓതണം, യാസീൻ ഓതണം, ഫാത്തിഹ ഓതണം, മുൽക്ക് ഓതണം, ഇഖ്ലാസ് ഓതണം, ദിക്ർ ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. കഴിവിൻ്റെ പരമാവധി കണക്ക് വെച്ച് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് കോടിക്കണക്കിന് ദിക്റുകളും കോടിക്കണക്കിന് ഇസ്തിഗ്ഫാറും ലക്ഷക്കണക്കിന് ഫാത്തിഹയും യാസീനും ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആനും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റൗള ഷരീഫിൽ വെച്ച് ദുആരക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. റമളാൻ അവസാനിച്ചു കഴിഞ്ഞാൽ ഷവ്വാൽ 1 ആകുമ്പോഴേക്കും നിങ്ങൾ ചൊല്ലിയ കണക്കുകളൊക്കെ ഇൻഷാ അല്ലാഹ് മക്കാർ ഹാജി ഉപ്പയ്ക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇൻഷാ അല്ലാഹ് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം ദുആരക്കാം. അള്ളാഹു അതിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എന്തൊക്കെയുണ്ട് ഒരിക്കലും നടക്കുകയില്ല എന്ന് പോലും കരുതി പോകുന്ന കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് വിജയത്തിൽ അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ, ഞങ്ങളുടെ ആത്മീയ നേതാവായ സുൽത്താനുൽ ഉലമാ ശൈഖുനായ പി ഉസ്താദ് അള്ളാഹുവേ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. പടച്ചവനെ, നീ ഹിമ്മത്ത് നൽകണേ അല്ലാ. ആ ശൈഖുനെ കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും അഭിമാനകരമായി ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാഹുവേ, സുൽത്താനുൽ ഉലമാ ഖമറുൽ ഉലമാ ശൈഖുനായ പി ഉസ്താദ് ആഫിയത്ത് നൽകണേ അല്ലാ. അവിടുത്തെ അണികൾക്കും ഖാദിമീങ്ങൾക്കും അവിടുത്തെ സ്ഥാപനങ്ങൾക്കും നീ പരിശുദ്ധ മദീനയുടെ ബറക്കത്തും ഈ മജ്ലിസിൻ്റെ ബറക്കത്തും നീ നൽകണേ അല്ലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ പ്രാസ്ഥാനിക നേതാക്കന്മാർ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരാണ് റബ്ബേ ദീനിൻ്റെ നിലനിൽപ്പ്. അല്ലാഹുവേ, ശൈഖുന പേരൂർ ഉസ്താദ് മുഹയ്യസുന്ന ബദറുസ്സാദാത്ത് അമീനുശ്ശരീഅ എല്ലാവർക്കും നീ ആഫിയത്ത് റഈസുൽ ഉലമ, അതുപോലെ തന്നെ അല്ലാഹുവേ ശൈഖുൽ മുഹഖഖീൻ എല്ലാവർക്കും റബ്ബേ നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. ബിഹഖി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.